ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ ഇൻസേർഷൻ ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു ലിങ്ക്ഡ്, ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, വി ആർ ഹാവിങ് എ ലിങ്ക്ഡ് ലിസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ഐ വാണ്ട് ടു ഇൻസേർട്ട് എ ന്യൂ നോഡ്. ഐ വാണ്ട് ഇൻസേർട്ട് എ ന്യൂ നോഡ് ഇൻ ടു ദിസ് ലിസ്റ്റ്. അപ്പോൾ അതിൽ എവിടെയൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം? നമുക്ക് മൂന്ന് പൊസിഷനിൽ നമുക്ക് ഇൻസേർഷൻ ചെയ്യാം. 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പൊസിഷൻ. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫസ്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം. ശരിയല്ലേ? നോഡിൻ്റെ ഫസ്റ്റ് നോഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സപ്പോസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട ഡാറ്റ ഐറ്റം, ഇൻസേർട്ട് ചെയ്യേണ്ട നോഡ്, സപ്പോസ് ഇറ്റ് ഈസ് 50. Suppose the address of this node is 5000. ഈ നോഡാണ്, ആൻഡ് സപ്പോസ് ഇറ്റ് ഈസ് നള്ളാണ് വിചാരിച്ചു. ഈ നോഡ് ഏതാണ്? 50 എന്ന് പറയുന്ന ഡാറ്റ ഐറ്റം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ നോഡ്, അതായത് അതിൻ്റെ അഡ്രസ്സ് എത്രയാണ്? 5000. ഈ നോഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു വി ക്യാൻ ഇൻസേർട്ട് അറ്റ് 3 ഡിഫറെൻറ്റ് പൊസിഷൻ. ഏതൊക്കെ 3 ഡിഫറെൻറ്റ് പൊസിഷൻസ് ഏതാ? ഒന്ന്, ഈ നോഡിനെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡാക്കാം, അതായത് 10ൻ്റെ മുന്നുള്ള ഫസ്റ്റ് നോഡാക്കാം. വേറൊന്നെന്താ, ഈ 50 എന്ന് പറയുന്ന ഈ നോഡിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം, ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനം ഇൻസേർട്ട് ചെയ്യാം. വേറൊന്നെന്താ, 2 നോഡുകളുടെ ഇടയിൽ, ഇപ്പോൾ 10ൻ്റെയും 20ൻ്റെയും ഇടയിൽ, അല്ലെങ്കിൽ 20ൻ്റെയും 30ൻ്റെയും ഇടയിൽ, ബിറ്റ്വീൻ 2 നോഡ്സ്, 2 നോഡുകളുടെ ഇടയിലും ഇൻസേർട്ട് ചെയ്യും. ഇതാണ് 3 ഡിഫറെൻറ്റ് ഇൻസേർഷൻ. ഈ ഇടയിലുള്ളതൊക്കെ കോമൺ അല്ലേ, സെയിം ഐഡിയ. 1ൻ്റെയും 2ൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ 2ൻ്റെയും 3ൻ്റെ ഇടയിൽ. അതൊരു മോഡൽ. ഒന്നെന്താ ഫസ്റ്റിൽ, അടുത്തതെന്താ ലാസ്റ്റിൽ. ക്ലിയർ അല്ലേ? ഇതാണ് 3 ഡിഫറെൻറ്റ് ഇൻസേർഷൻ മോഡൽസ്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഫസ്റ്റ്, ഇപ്പോൾ സപ്പോസ് ഐ ആം ഗോയിങ് ടു ഇൻസേർട്ട് ദ ന്യൂ നോഡ് ആസ് എ ഫസ്റ്റ് നോഡായിട്ട് ഇൻസേർട്ട് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഈ നോഡിനെ ഈ നോഡിൻ്റെ ഈ അഡ്രസ്സ് ഈ കണ്ണിലേക്ക് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? അതായത് ഇവിടെ ടു ഇൻസേർട്ട് ദിസ് നോഡ് ആസ് എ ഫസ്റ്റ് നോഡ്, ഫസ്റ്റ് സ്റ്റോർ ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ്. which is stored in start to the link part of the newly created node. ശരിയല്ലേ? പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ നോഡിൽ എന്ത് കൊടുക്കുക? 1000 കൊടുക്കുക. ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന 1000 കൊടുക്കുക. സ്റ്റാർട്ടിൽ ഇപ്പോൾ ഉള്ള 1000. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം സ്റ്റാർട്ടിലുള്ള ഈ 1000 എന്ത് ചെയ്യണം? പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്തു? ഇതിനെ ഇവിടെ കൊളത്തി. ശരിയല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? സ്റ്റാർട്ട് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് ഏതിനെ? നമ്മുടെ ആദ്യത്തെ നോഡിനെയാണ്. ആദ്യത്തെ നോഡ് ഏതാ? 1000 എന്ന് പറയുന്ന നോഡിനെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് പോയിന്റ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ നോഡിൻ്റെ ഈ അഡ്രസ്സാണ് ഏതിലിട്ട് കൊടുക്കേണ്ടത്? സ്റ്റാർട്ടിലിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഈ 5000 എന്താക്കണം? സ്റ്റാർട്ടിൽ എന്താക്കണം? 5000 ആക്കണം. അപ്പോൾ ഈ ലിങ്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് മാറി ഇത് എങ്ങോട്ടായി? ഇങ്ങോട്ടായി. ഇപ്പോൾ എന്തായി? ഇപ്പോൾ ഫസ്റ്റ് നോഡ് സ്റ്റാർട്ടിൽ ഏതാ? 5000, ദാറ്റ് ഈസ് 50. 50ൽ എന്തുണ്ട്? 1000 എന്ന് പറഞ്ഞാൽ 10. ഇങ്ങനെ പോയി. ദാറ്റ് ഈസ് വി ആർ ഇൻസേർട്ടഡ് ദിസ് നോഡ് ആസ് എ ഫസ്റ്റ് നോഡ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോഡായിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് ചെയ്യണം? സ്റ്റാർട്ടിലോട്ട് ഈ നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം? സ്റ്റാർട്ടിലുള്ള അഡ്രസ്സ് പുതിയ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലിട്ട് കൊടുക്കണം. ക്ലിയർ അല്ലേ? കാരണം എന്താ? ഈ സ്റ്റാർട്ടിലുള്ളത് ഇതിലേക്ക് ഇടുന്നതിൻ്റെ മുന്നേ ഇതിലേക്ക് പോയാൽ എന്തായി? ആ 1000 പോയി. പിന്നെ ഈ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യൂല? കിട്ടൂല. ഈ 1000 നമ്മളെ കയ്യിൽ നിന്ന് പോവും.
അപ്പോൾ 1000 കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം? ഫസ്റ്റ് യു സ്റ്റോർ ദ കണ്ടന്റ് ഓഫ് സ്റ്റാർട്ട് into the link part of the newly created node. Then എന്ത് ചെയ്യണം? Then you have to store the address of the newly created node into the start. Clear അല്ലേ? Now this node is inserted as the first node. Okay, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് പഴയതുമായി തന്നെ നിർത്താം. ഇപ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് നമുക്ക് ഈ നോഡ് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ലാസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ഇങ്ങനെ തന്നെയാണ് ലിസ്റ്റ്, നമ്മുടെ ഒറിജിനൽ ലിസ്റ്റ് ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ നമുക്കൊരു പണിയില്ല, ഒരു റിസ്ക്കും ഇല്ല. എന്താ ഈ 5000 എന്ന് പറയുന്ന ഈ അഡ്രസ്സ് എടുത്തിട്ട് എവിടെ ഇട്ട് കൊടുക്കുക? ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 5000. അപ്പോൾ ഇതിങ്ങോട്ട് പോയിന്റ് ഇതെന്താക്കാൻ നള്ളാക്കുക. ശരിയല്ലേ? ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ എന്താക്കുക? നള്ളാക്കുക. ഇപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്ത് നോഡ് ഒരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ പറഞ്ഞു. ഒന്ന് ഫസ്റ്റ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഈ നോഡ് ലാസ്റ്റ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്നും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ പൊസിഷൻ. സപ്പോസ് I want to insert this node which contains 50 in between this 20 and 30. ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് at a particular position. POS. Let it be denoted by POS. POS. അപ്പോൾ ഇവിടെ POS എന്ന് പറയുന്നത് എന്താ? This is 1, 2. ഇതാണ് തേർഡ് പൊസിഷനിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ നോഡിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കാം. മൂന്നാമത്തെ നോഡായിട്ട്, 2 നോഡിന് ശേഷം മൂന്നാമത്തെ നോഡ് 20ൻ്റെയും 30ൻ്റെയും ഇടയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ കഴിഞ്ഞ ഇൻസേർഷനിലും യൂസ് ചെയ്യുന്ന ഒരു പോയിൻ്റർ വേരിയബിളാണ് എന്ത്? ടെമ്പ് എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിൾ. എന്താണ് ടെമ്പ്? Temp is a pointer variable of type node, okay, which is used to store the address of the new node. പുതുതായി ക്രിയേറ്റ് ചെയ്ത നോഡ്. എപ്പോഴും നമ്മൾ ഈ നോഡിനെ നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഇതിൻ്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ പിന്നെ അഡ്രസ്സ് കിട്ടൂല. അപ്പോൾ whenever you are creating a new node, the address of that new node should be stored in a pointer variable. Okay, using this pointer variable only we are storing the data in this new node, and the link part is also we are setting using this temporary pointer variable. Okay, so temp contains 5000. Temp contains 5000. It is temp points to this new node. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ടെമ്പ് വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്താ? ഈ ടെമ്പിലുള്ള അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ സ്റ്റാർട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുന്നേ എന്ത് ചെയ്യും? സ്റ്റാർട്ടിലുള്ള അഡ്രസ്സ് ഈ ടെമ്പിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് നോഡായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് നോഡായിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ നോഡിൻ്റെ അഡ്രസ്സ് എവിടുന്ന കിട്ടുക? ടെമ്പിലുണ്ടാവും. ആ ടെമ്പിലുള്ള അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പോഴാണ് ലാസ്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ നോഡിനെ ഈ ടെമ്പിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സിലുള്ള ഈ നോഡിനെ നമ്മൾ പർട്ടിക്കുലർ പൊസിഷനിൽ ഇൻ ബിറ്റ്വീൻ 2 നോഡ്സ്, 2 നോഡുകളുടെ ഇടയിൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. Okay, let it be denoted by the variable pos. Okay, here pos is 3. Okay, and there are other 2 pointer variables, that is pre node and post node.
പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ്. ഇത് രണ്ടും ഈ പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് എന്ന് പറയുന്നത് രണ്ടും എന്താണ്, ടെമ്പ് പോലെ തന്നെയുള്ള രണ്ട് പോയിന്റർ വേരിയബിൾസ് ആണ്. രണ്ട് പോയിന്റർ വേരിയബിൾസ് ആണ് ഓഫ് ദ നോഡ് ടൈപ്പ്, ഓഫ് ദി സ്ട്രക്ചർ നോഡ് ടൈപ്പ്. ഓക്കെ, വേർ പ്രീ നോഡ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ പ്രീവിയസ് നോഡ്. എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത്, ഏത് പൊസിഷനിലാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ മുന്നേ ഉള്ള നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള പോയിന്റർ വേരിയബിൾ ആണ് ഏത്, പ്രീ നോഡ്. അതുപോലെ എവിടെയാണോ ഇൻസേർട്ട് ചെയ്യുന്നത്, ഓക്കെ, എവിടെയാണോ ഇൻസേർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്ന നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന പോയിന്റർ വേരിയബിൾ ആണ് ഏത്, പോസ്റ്റ് നോഡ്. സോ ഹിയർ പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ്, ഇവിടെ 3 പോയിന്റർ വേരിയബിൾ ആണ് നമ്മൾ പറയുന്നത്. ഒന്നെന്താണ്, ഒന്ന് ടെമ്പ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ ന്യൂ നോഡ്. ഏത് നോഡാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ നോഡിൻ്റെ അഡ്രസ്സാണ് ഏതിൽ സ്റ്റോർ ചെയ്യുന്നത്, ടെമ്പിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് ആർ other 2 pointer variables which contains the addresses of the previous nodes, that is at position -1. This is POS -1. This is the node at POS +1. So the address of the node at POS +1 ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ള നോഡിന്റെ പൊസിഷൻ, that is POS +1, that is the address of the node at POS +1 is stored in post node. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ എന്തുണ്ടാവും, 3000 ഉണ്ടാവും. അതുപോലെ ഇതേതാ, this is address of the node, this is the address of the node at POS -1. ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ മുന്നേ ഉള്ള പൊസിഷൻ, അതാണ് POS -1. that is the address of the previous node, that is address of the node at POS -1 is stored in the pointer variable pre-node. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ്, POS പറഞ്ഞു, POS +1 പറഞ്ഞു, POS -1 പറഞ്ഞു, പ്രീ നോഡ് എന്താന്ന് പറഞ്ഞു, പോസ്റ്റ് നോഡ് എന്താന്ന് പറഞ്ഞു, ടെമ്പ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ പോസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ്, ഈ അഡ്രസ്സ് എവിടുന്നാണ് കിട്ടുക, ഇതിന്നാണ് കിട്ടുക. അതുപോലെ POS -1ൻ്റെ അഡ്രസ്സ് എവിടുന്നാണ് കിട്ടുക, അതിൻ്റെ മുന്നേ ഉള്ള നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ നിന്നാണ് കിട്ടുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി I want to insert this node in this position. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഫസ്റ്റ് ഒബ്റ്റെയിൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ക്രിയേറ്റ് എ നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ടെംപ്. ഇനി നമുക്ക് ഇവിടെയാണ് ഇൻസേർട്ട്. ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷന് മുന്നുള്ള നോഡിൻ്റെ അഡ്രസ്സ് കിട്ടി, ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വരുന്ന നോഡിൻ്റെ അഡ്രസ്സൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഒബ്റ്റെയിൻഡ് യൂസിങ് എ ട്രാവേഴ്സൽ ഓപ്പറേഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഈ POS +1, അതായത് പൊസിഷൻ +1ലുള്ള നോഡിൻ്റെ അഡ്രസ് ഏതാ, 3000. ഓക്കെ, വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ പോയിന്റർ വേരിയബിൾ പോസ്റ്റ് നോഡ്. ഓക്കെ, ഇത് എന്തിലേക്ക് സ്റ്റോർ ചെയ്യണം, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ ലിങ്ക് പാർട്ടിലോട്ട് സേവ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെമ്പററി പോയിന്റർ വേരിയബിൾ. ദിസ് എന്താ, ഈ ടെമ്പിൻ്റെ ലിങ്ക് പാർട്ടിൽ, ടെമ്പ് പോയിന്റ് ചെയ്യുന്ന നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ ഈ അഡ്രസ്സ് ഇട്ട് കൊടുക്കണം. ഈ അഡ്രസ്സ് അത് എത്ര, 3000. അത് എവിടുന്ന് കിട്ടും, ഈ പോസ്റ്റ് നോഡിലാണ്. അപ്പോൾ പോസ്റ്റ് നോഡിൻ്റെ കണ്ടന്റ് എവിടെ ഇട്ട് കൊടുക്കണം, ഇവിടെ ഇട്ട് കൊടുക്കണം, 3000. അപ്പോൾ എന്തായി, ഈ നോഡ് ഇങ്ങോട്ട് കൊളത്തി, ഇതാ ഇവിടേക്ക് കൊളത്തി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ നോഡിൻ്റെ അഡ്രസ്സ്, അതായത് ഏതാണ്, ടെമ്പിലുള്ള ഈ അഡ്രസ്സ് എന്ത് ചെയ്യണം, പൊസിഷൻ -1ലുള്ള നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അതായത് ഈ 3000 മാറി ഇതിവിടെ എന്താക്കണം, 5000 ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, POS -1, അതായത്
പ്രീ നോഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഉണ്ടല്ലോ. പ്രീ നോഡിൽ എന്തിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? POS-1 എന്ന് പറയുന്ന പൊസിഷനിലുള്ള നോഡിൻ്റെ അഡ്രസ്സാണ്. ആ നോഡിൻ്റെ ഈ അഡ്രസ്സുള്ള നോഡിൻ്റെ ലിങ്ക് പാർട്ടിലോട്ട്, അതിൻ്റെ ലിങ്ക് പാർട്ടാണ് ഇത്. ഈ ലിങ്ക് പാർട്ടിലോട്ട് എന്തിട്ട് കൊടുക്കണം? പുതുതായി ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ അഡ്രസ്സ് ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് വിച്ച് ഈസ് പോയിന്റഡ് ബൈ ടെംപ്. അപ്പോൾ ഈ ടെമ്പിലുള്ള 5000 അവിടെ ഇട്ട് കൊടുക്കണം, ഇവിടെ ഇട്ട് കൊടുക്കണം. ഇപ്പം എന്തായി? ഇപ്പം ഇതിനെ പോയിന്റ് ചെയ്യുമോ? ഇല്ലല്ലോ, അത് പോയില്ല, അത് അവിടെ നിന്ന് പോയി. ഇപ്പം എന്ത് ചെയ്യണം? 5000 ഇതാ. ഇപ്പം എന്തായി? ഈ 50 എന്ന് പറയുന്ന ഈ നോഡ് എവിടെ കയറി? ഇതിൽ കയറി. കാരണം 20 എന്ന് പറയുന്ന ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? പുതിയ നോഡിൻ്റെ അഡ്രസ്സ് ഇട്ട് കൊടുത്തു. പുതിയ നോഡിൻ്റെ അഡ്രസ്സ് എത്ര? 5000. ആ 5000 ഇവിടെ ഇട്ടു. നൗ ദിസ് നോഡ് പോയിന്റ്സ് ടു ദിസ് നോഡ്. ദെൻ എന്താ? ദ ലിങ്ക് പാർട്ട് ഓഫ് ദിസ് ന്യൂ നോഡ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ നോഡ് അറ്റ് POS+1. ഇത് ഇങ്ങോട്ട് വിട്ടു. നമ്മൾ കണ്ണികൾ കൊളുത്തി ചേർക്കണ പോലെ. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ അഡ്രസ്സാണ് ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത്, എന്നിട്ടാണ് ഈ അഡ്രസ്സ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് എന്താ? അപ്പോൾ ഇപ്പം എന്തായി? ഇപ്പോൾ ഈ നോഡ് എന്ത് ചെയ്തു? POS എന്ന് പറയുന്ന ഈ പോസിൽ എന്ത് ചെയ്തു? ഇൻസേർട്ട് ആയി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡെലീഷനാണ്. അപ്പോൾ ഇൻസേർഷൻ നമ്മൾ 3 ഭാഗത്തുള്ള ഇൻസേർഷൻ്റെ മെത്തേഡും പറഞ്ഞു. ഇൻസേർട്ട് അറ്റ് ഫസ്റ്റ് പൊസിഷൻ, ഇൻസേർഷൻ അറ്റ് ലാസ്റ്റ്, ഇൻസേർഷൻ ഇൻ ബിറ്റ്വീൻ 2 നോഡ്സ്. ഓക്കെ, ഇനി ഡെലീഷൻ ഫ്രം എ ലിങ്ക്ഡ് ലിസ്റ്റ്. എന്താ ഡെലീഷൻ എന്ന് പറഞ്ഞാൽ? റിമൂവൽ ഓഫ് എ നോഡ്. റിമൂവിങ് എ നോഡ് ഫ്രം എ ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് കോൾഡ് ഡെലീഷൻ. ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് ഒരു നോഡിനെ റിമൂവ് ചെയ്യാം. ഇപ്പം ഇവിടെ നമുക്ക് എന്താ? മൂന്ന് ടൈപ്പ് പൊസിഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. എന്താ? ഒന്ന് ഫസ്റ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? രണ്ടാമത്തെ എന്താ? ലാസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തെ എന്താ? ഇൻ ബിറ്റ്വീൻ 2 നോഡ്സ്, 2 നോഡിൻ്റെയും ഇടയിൽ. ഇപ്പോൾ അവിടെ 20 എന്ന് പറയുന്ന നോഡ് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓക്കെ, ഡിലീറ്റിംഗ് എ നോഡ് ഫ്രം എ പർട്ടിക്കുലർ പൊസിഷൻ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യണം. ഫസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ദിസ് നോഡ്. ഏതാ? ദ നോഡ് വിച്ച് കണ്ടെയ്ൻസ് ദ എലമെൻറ്റ് 10. ഇത് എന്ത് ചെയ്യണം? ഇതാണ് ഫസ്റ്റ് നോഡ്. ഇതിനെ ഡിലീറ്റ് ചെയ്യണം. ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ നോഡ് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ ലിങ്ക് പാർട്ടിലുള്ള ഈ അഡ്രസ്സ്, അതാണല്ലോ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ്. ഈ അഡ്രസ്സ് എടുത്ത് എന്ത് ചെയ്താൽ മതി? യു ഹാവ് ടു സ്റ്റോർ ദ അഡ്രസ് ഓഫ് ദ സെക്കൻഡ് നോഡ്, ദാറ്റ് ഈസ് വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദ ലിങ്ക് പാർട്ട് ഓഫ് ദ ഫസ്റ്റ് നോഡ്. ദാറ്റ് അഡ്രസ് വി ഹാവ് ടു സ്റ്റോർ ഇൻ സ്റ്റാർട്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? സ്റ്റാർട്ടിലേക്ക് എന്ത് കൊടുക്കുക? 2000 ആക്കി കൊടുക്കുക. 2000 ആക്കി കൊടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു? സ്റ്റാർട്ട് പിന്നെ ഇതിനെ പോയിന്റ് ചെയ്യോ? ഇല്ല, ഇത് കഴിഞ്ഞു, ഇതിൻ്റെ കഴിഞ്ഞു. ഇനി സ്റ്റാർട്ട് ചെയ്തതിനെ പോയിന്റ് ചെയ്യുള്ളൂ. ഇങ്ങനെ പോയി ഇവിടെ പോയിന്റ് ചെയ്യും. ഇനി ഇതിനെന്ത് ചെയ്താൽ മതി? ഈ നോഡിനെ എന്ത് ചെയ്യുക? ഫ്രീ ചെയ്യാം. ഓക്കെ, സോ എന്താ? നൗ സ്റ്റാർട്ട് പോയിന്റ്സ് ടു എന്താ? ദിസ് 20 to this node which contains the value 20, and you can free the first node. ഇപ്പോൾ ഫസ്റ്റ് നോഡ് എന്തായി? ഡിലീറ്റ് ആയി. നമ്മൾ ഷിഫ്റ്റിംഗ് ഒന്നും ചെയ്തില്ല. അരേ ചെയ്ത പോലെ ഒരു ഷിഫ്റ്റിങ്ങും ചെയ്തില്ല. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നോഡിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റി. ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് നോഡ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഫസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിലുള്ള അഡ്രസ്സ് എടുത്ത് ആ അഡ്രസ്സ് എന്ത് ചെയ്യുക? സ്റ്റാർട്ടിൽ കോപ്പി ചെയ്യുക, സ്റ്റാർട്ടിൽ സ്റ്റോർ ചെയ്യുക. നൗ സ്റ്റാർട്ട് പോയിന്റ്സ് ടു എന്താ? ദ സെക്കൻഡ് നോഡ്. ആദ്യം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ സെക്കൻഡ് നോഡ്, ദറ്റ് ഈസ് 20 എന്ന് പറയുന്ന ഈ നോഡ്. ആൻഡ് ജസ്റ്റ് യു ഡിലീറ്റ് ദിസ് നോഡ്, യു ജസ്റ്റ് ഫ്രീ ദ നോഡ്. സോ ദിസ് നോഡ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ലിസ്റ്റ്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യണം. ഇതിവിടെ തന്നെ നിൽക്കട്ടെ. ഓക്കെ,
ഇത് ഇവിടെ നിൽക്കട്ടെ, ഇത് 2000. ഓക്കെ, ഇങ്ങനെ തന്നെ നിൽക്കുന്നു. ഓക്കെ, ദിസ് ഈസ് 1000. ഒറിജിനൽ ലിസ്റ്റ്. ഓക്കെ, 1000, ദിസ് ഈസ് 1000. ഓക്കെ, 2000, 2000. Okay, now I am going to delete the last node, this node. What you have to do? ഈ നോഡ് ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ലാസ്റ്റ് നോഡിൻ്റെ തൊട്ട് മുന്നുള്ള സെക്കൻഡ് ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ എന്താക്കുക നള്ളാക്കുക. കഴിഞ്ഞു. ഇത് പിന്നെ ഇതിനെ പോയിന്റ് ചെയ്യൂല. കഴിഞ്ഞു. യു ജസ്റ്റ് ഡിലീറ്റ് ദിസ് നോഡ്, ഫ്രീ ദിസ് നോഡ്. ദാറ്റ്സ് ഓൾ. അതാണ് ഏറ്റവും സിമ്പിൾ അല്ലേ? അപ്പോൾ ലാസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് നോഡിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നോഡിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ ലിങ്ക് പാർട്ട് നള്ളാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ലാസ്റ്റ് നോഡ് എന്ത് ചെയ്യുക? ഫ്രീ ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു. ഏതൊക്കെ? ഡെലീഷൻ അറ്റ് ഫസ്റ്റ് പൊസിഷനും ഡെലീഷൻ അറ്റ് ദ ലാസ്റ്റ് പൊസിഷനും കഴിഞ്ഞു. ഇനി എന്താണ്? രണ്ട് നോഡിൻ്റെ ഇടയിൽ ഡിലീറ്റ് ചെയ്യുന്ന പറയാം. നൗ ഇനി നമുക്കൊരു പർട്ടിക്കുലർ പൊസിഷനിലുള്ള നോഡിനെ ഡിലീറ്റ് ചെയ്യണം. വി വാണ്ട് ടു ഡിലീറ്റ് എ നോഡ് ഇൻ എ പർട്ടിക്കുലർ പൊസിഷൻ POS. സപ്പോസ് ഐ ആം ഗോയിങ് ടു ഡിലീറ്റ് ദ നോഡ് വിച്ച് കണ്ടെയ്ൻസ് 20. ഇതാണ് ചെയ്യേണ്ടത്. സപ്പോസ് ഇതെന്താ? ദിസ് ഈസ് അറ്റ് POS. ദിസ് ഈസ് ദ പൊസിഷൻ. അപ്പോൾ പൊസിഷൻ എന്താ? ഇവിടെ പൊസിഷൻ 2 ആണ്. രണ്ടാമത്തെ നോഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻസേർഷനിൽ പറഞ്ഞ പോലെ തന്നെ ഏത് നോഡാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നോഡ്. അപ്പോൾ ഇതാണ് എന്ത്? POS -1 നോഡ്. പൊസിഷൻ -1 നോഡ് ഏതാ? ഇതാണ്. ദ അഡ്രസ് ഓഫ് ദിസ് നോഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഏതാ? പ്രീ നോഡ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രീ നോഡ്. അപ്പോൾ അതിലെന്തുണ്ടാവും? 1000. ഇനി ദ അഡ്രസ് ഓഫ് ദ നോഡ് അറ്റ് POS +1. ദിസ് ഈസ് ഏതാ? POS +1. ദിസ് അഡ്രസ് വി ആർ സ്റ്റോറിങ് ഇൻ ഏതാ? പോസ്റ്റ് നോഡ്. ദിസ് അഡ്രസ് ഈസ് 3000. അപ്പോൾ ഈ നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇതാണ് POS is 2. സോ ദിസ് ഈസ് 3, ദിസ് ഈസ് 1. ഓക്കെ, അപ്പോൾ പോസ്റ്റ് നോഡ് POS +1 നോഡിൻ്റെ അഡ്രസ്സ് നമ്മൾ ഏതിൽ സ്റ്റോർ ചെയ്തു? പോസ്റ്റ് നോഡിൽ സ്റ്റോർ ചെയ്തു. എവിടെയാണോ ഡിലീറ്റ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നോഡിൻ്റെ അഡ്രസ്സ്, ഈ നോഡിൻ്റെ അഡ്രസ്സ് എത്ര? 1000. ദാറ്റ് 1000 ഈസ് സ്റ്റോർഡ് ഇൻ പ്രീ നോഡ്. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ നോഡിൻ്റെ അഡ്രസ്സ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ, എന്നിട്ട് തന്നെ ഫ്രീ ചെയ്താൽ പോരെ. ക്ലിയർ? അപ്പോൾ ഈ നോഡിൻ്റെ അഡ്രസ്സ് എവിടുന്ന് കിട്ടും? ദ അഡ്രസ് ഓഫ് ദ നോഡ് അറ്റ് POS +1. ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ പോയിന്റർ വേരിയബിൾ പോസ്റ്റ് നോഡ്. അപ്പോൾ പോസ്റ്റ് നോഡിലുള്ള കണ്ടന്റ് എന്താ? പോസ്റ്റ് നോഡിൽ POS +1 എന്ന് പറയുന്ന പൊസിഷനിലുള്ള നോഡിൻ്റെ അഡ്രസ്സാണ്. ആ ദ അഡ്രസ് വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദ പോയിന്റർ വേരിയബിൾ പോസ്റ്റ് നോഡ് ഈസ് കോപ്പീഡ് ഇൻ ടു എവിടെ കോപ്പി ചെയ്യണം? ഇവിടേക്കാ കോപ്പി ചെയ്യേണ്ടത്. ഏതിലേക്കാ? ഇൻ ടു ദ ലിങ്ക് പാർട്ട് ഓഫ് ദ നോഡ് അറ്റ് POS -1. അതായത് ഏതിലാ? പ്രീ നോഡ്. ഇതിൻ്റെ അഡ്രസ്സ് ഏതിലുള്ള? പ്രീ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ, പ്രീ നോഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സുള്ള ഈ നോഡിൻ്റെ ലിങ്ക് പാർട്ട്. അതായത് ഇതിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പോസ്റ്റ് നോഡിൻ്റെ ഈ കണ്ടന്റ്. അപ്പോൾ എന്ത് ചെയ്തു? 3000 ഇതിലേക്ക് സ്റ്റോർ ചെയ്തു. 3000 ഇതിലേക്ക് സ്റ്റോർ ചെയ്താൽ പിന്നെ ഇതിനെ പോയിന്റ് ചെയ്യില്ല. നേരെ 3000 ഏതിനെ പോയിന്റ് ചെയ്യും? ഇതിനെ പോയിന്റ് ചെയ്യും. പിന്നെ ഇതെന്ത് ചെയ്താൽ മതി? ഇതങ്ങോട്ട് റിമൂവ് ചെയ്യും. ഇത് ഫ്രീ ചെയ്യും. അപ്പോൾ POS +1 നോഡിൻ്റെ അഡ്രസ് എന്ത് ചെയ്യണം? POS -1 നോഡിൻ്റെ
ലിങ്ക് പാർട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. POS+1 നോഡിൻ്റെ അഡ്രസ്സ് എവിടുന്ന് കിട്ടും? പോസ്റ്റ് നോഡിൽ കിട്ടും. അപ്പോൾ ഈ അഡ്രസ്സ് എടുത്തിട്ട് ഈ നോഡിൻ്റെ അഡ്രസ്സ് എവിടുന്ന് കിട്ടും? ഈ നോഡിൻ്റെ അഡ്രസ്സ് പ്രീ നോഡ് എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിൽ കിട്ടും. അതായത് ഈ രണ്ട് നോഡിൻ്റെയും അഡ്രസ്സുകൾ നമ്മൾ ട്രാവേഴ്സൽ ഓപ്പറേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്റ്റെയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ രണ്ട് പോയിന്റർ വേരിയബിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ വാല്യൂ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പോസ്റ്റ് നോഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതാ POS+1 നോഡിൻ്റെ അഡ്രസ്സ്, ഈ അഡ്രസ്സ് എന്ത് ചെയ്യുക? പ്രീ നോഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പോയിന്റർ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. നൗ ദെൻ ഫ്രീ ദിസ് നോട്ട്. സോ ഈസ് ഇറ്റ് ക്ലിയർ? ഇനി നിങ്ങൾ അതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കും കൂടെ ഒന്ന് വായിച്ച് നോക്കിയാൽ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ. ഓക്കെ, സോ ഇൻസേർഷനും കഴിഞ്ഞു. ഡെലീഷൻ ഇപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞു? 3 ഡെലീഷൻ പറഞ്ഞു. സ്റ്റാർട്ടിങ്ങിൽ ഡെലീഷൻ പറഞ്ഞു, ലാസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞു, അറ്റ് എ പർട്ടിക്കുലർ പൊസിഷനിൽ പറഞ്ഞു. ഇൻസേർഷൻ്റെ അതേപോലെ തന്നെയാണ് മൂന്ന് ഡെലീഷൻ. ക്ലിയർ? സോ ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ ഈസ് ഓവർ. ഓക്കെ, സോ നിങ്ങളുടെ ഈ ചാപ്റ്റർ ഇവിടെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് എല്ലാം ഓരോ ഫയലുകളായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എല്ലാതും നിങ്ങൾ ലിങ്ക് ലിസ്റ്റ് ഫുള്ളായിട്ട് ആദ്യം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് കേട്ടാൽ ലിങ്ക് ലിസ്റ്റ് ഇറ്റ് വിൽ ബി വെരി ക്ലിയർ. ഇതെന്തായാലും നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകരിക്കും. ഈ ഇതിൻ്റെ പ്രോഗ്രാം വെച്ച് ഇംപ്ലിമെൻറ്റേഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതുപോലെ ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ലിങ്ക് ലിസ്റ്റിന് ധാരാളം ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലെ ബിഗ്ഗസ്റ്റ് നമ്പർ കാണാം, അതിലെ സ്മോളസ്റ്റ് നമ്പർ കാണാം, ബിഗ്ഗസ്റ്റും സ്മോളസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച്, ഇങ്ങനെ ധാരാളം ലിങ്ക് ലിസ്റ്റ് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഫസ്റ്റ് നോഡും ലാസ്റ്റ് നോഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അങ്ങനെ ധാരാളം ഓപ്പറേഷൻസ് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്കിത് പിന്നെ നിങ്ങളുടെ ഉന്നത പഠനത്തിന് ഇതെന്തായാലും ഉപകരിക്കും, അത് ഉറപ്പാണ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്.